എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണുപോയല്ലോ. ബാഡന് ഗവൺമെന്റ് എത്ര രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും? ഒരു പ്രോഗ്രാമിന് 5 ലക്ഷം രൂപയാണ് ബാഡൻ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 10%, അതായത് 50,000 രൂപ വരെ തിരിച്ചു കിട്ടും. ബാഡിന് മാത്രമല്ല, നിങ്ങൾ കഴിഞ്ഞ തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 35,000 രൂപ തിരിച്ചു കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ നല്ലൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് 10,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതൊക്കെ എങ്ങനെ കിട്ടുക എന്നല്ലേ? ഈ ഫണ്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വെറുതെ തരുന്നതല്ല, നമ്മളെ കയ്യിൽ നിന്ന് തന്നെ TDS TCS എന്ന് പറഞ്ഞ രീതിക്ക് ഗവൺമെന്റ് പലപ്പോഴായിട്ട് കട്ട് ചെയ്ത എമൗണ്ടുകളാണ്. ഇത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതോടുകൂടി നമുക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ടാക്സ് അടക്കാണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സെറ്റ് ഓഫ് ചെയ്യരുത്. ബാഡൻ ഫെൽജോ അല്ലെങ്കിൽ ഡാബ്ജി ഇതൊന്നുമല്ല സബ്ജക്ട്. നമ്മളിൽ നിന്ന് TDS ആയിട്ട് ഗവൺമെന്റ് ഒരുപാട് ഫണ്ടുകൾ എടുക്കുന്നുണ്ട്. അത് എങ്ങനെ റീഫണ്ട് ആയിട്ട് നമുക്ക് തന്നെ ഇപ്പൊ ടാക്സ് ഫയലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിച്ച് മാറിയല്ലേ വേണ്ടത്. അതെങ്ങനെ ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് ആ എമൗണ്ടുകൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്താമെന്ന് അറിയണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്താ ക്ലോക്ക് വെല്ലിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു. ഇത് കൂടാതെ GST രജിസ്ട്രേഷൻ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്, ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റ്, പ്രൈവറ്റ് ലിമിറ്റഡ് LLP രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ, പ്രൊജക്ട് റിപ്പോർട്ട്, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ലൈസൻസ് എന്നിങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസിന് ആവശ്യമായ A to Z കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ക്ലോക്ക് വെല്ലിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങിയവർ, സ്ഥലക്കച്ചവടം നടത്തിയവർ, അല്ലെങ്കിൽ ഹജ്ജിന് പോയവർ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ, വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, സാലറി വാങ്ങുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തേക്കും.